ഞാൻ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോയ ഒരാളാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആദ്യ അസംബ്ലി സീറ്റ് ആദ്യത്തെ പ്രാവശ്യവും 96-ലും 2001-ലും എന്നെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണം. അവൻ MLA ആയിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു അസറ്റായിരിക്കും എന്ന് ശ്രീ AK ആന്റണിയെയും ശ്രീ K കരുണാകരനെയും കണ്ടു പറഞ്ഞ് എന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആളാണ്. എൻ്റെ കുടുംബമാണിത്. ഞാൻ പറയാറുണ്ട് ശബരിയോട്, ഞാനാണ് ഇവിടുത്തെ മൂത്തയാൾ, നീ കണ്ണന് ഇളയ ആളുകളാണെന്ന് പറയാറുണ്ട്. ടീച്ചർ അതുപോലെ തന്നെ ഒരു വാത്സല്യം എന്നോട് എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് നടന്നിരുന്നത്. ശരിക്ക് അക്ഷരാർത്ഥത്തിൽ ആ വലിയ മനുഷ്യൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക്, അതിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബവും. ഇവിടെ വന്നില്ലേ പിന്നെ ഞാൻ എവിടെ പോകാനാ? സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വീട്ടിലെത്തിയവരെയൊക്കെ കാണുകയാണ്. അവരോട് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന VD സതീശൻ. എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കത് സതീശനിലെ ആ ഒരാളെ, ആ ഒരു വളരെ മിടുക്കനായ ഒരാളെ കണ്ടെത്തിയത് GK ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. 2001 96-ൽ ഒരു പരാജയം, 2001 അസംബ്ലിയിൽ വന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇതുവരെയുണ്ട്. ഇനിയും സതീശന് വളരെ 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 ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലൊക്കെ എല്ലാവരും സ്നേഹിക്കുന്ന, ഈ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന, എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല മുഖ്യമന്ത്രിയായിട്ട് അറിയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നല്ലൊരു മുഖ്യമന്ത്രി, കേരളം ഒന്നെന്നും ഓർക്കുന്ന ഒരു നല്ല മുഖ്യമന്ത്രി ആവട്ടെ. ലീഡറെ പോലെയും ഉമ്മൻചാണ്ടി സാറിനെ പോലെയും ഒക്കെ ഒരു നല്ല മുഖ്യമന്ത്രി ആവട്ടെ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന. അല്ലല്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഡോക്ടർ സുലേഖ നടത്തിയ പ്രതികരണം G കാർത്തികേയന്റെ പത്നി അദ്ദേഹം പറഞ്ഞതാണ് കേട്ടത്. ഇപ്പോൾ കുടുംബാംഗങ്ങൾക്കുള്ള ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്.